ഇപ്പം നമ്മൾ ഇന്ന് മെട്രിക്സിലെ മറ്റൊരു ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഓക്കെ, നോക്കാം. ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സ് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓർ റോ കോളം അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്പ് മെട്രിക്സുകളുണ്ട്. ഒരൊറ്റ റോയിൽ അറേഞ്ച് ചെയ്ത് അതിന് നമുക്ക് റോ മെട്രിക്സ് എന്ന് വിളിക്കാം. ഒറ്റ റോ ആയിട്ട്. ഫോർ എക്സാമ്പിൾ 1, 2, 3. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു റോ 3 കോളം ഉണ്ട്. അതാണ് മറ്റൊന്ന്. സൈൻ തീറ്റ, കോസ് തീറ്റ. ഈ മെട്രിക്സിൽ ഒരു റോയിൽ 2 കോളം. ഇവിടെ നോക്കാം, ഒരു റോയിൽ വരുന്നത് നമ്പർ ഓഫ് റോ 1. ഇങ്ങനെ വരുന്ന മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. ഓക്കെ, എങ്കിൽ കോളം മെട്രിക്സ് ഒരു കോളം വരുന്നു. 1, 2, 3 ഒറ്റ കോളമായിട്ട് എഴുതുന്നതാണ് കോളം മെട്രിക്സ്. സിമിലർലി സൈൻ തീറ്റ, കോസ് തീറ്റ ഇങ്ങനെ ഒരു കോളമായിട്ട് എഴുതുന്നതാണ് കോളം മെട്രിക്സ്. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്. റോ മെട്രിക്സ് ഹാവിംഗ് എ സിംഗിൾ റോ. കോളം വരുമ്പോൾ having a single row. Okay. Then next one, square matrix. ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫോം ആയിട്ട്, അതായത് അതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ട് വരുന്നത്. ഇതിന് 2 row ഉണ്ട്, 2 columns, 2x2 matrix. And 3, 5, 6, 0, 1, 2, 7, 8, 9. ഇത് 3x3 മാട്രിക്സ്. ഈ സ്ക്വയർ മാട്രിക്സ് പറയുമ്പോൾ ഓർഡർ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2x2 മാട്രിക്സ് ആണ്. സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ അത് 3x3 മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ 2x2, 3x3, 4x4, 1x1 വരുന്ന മാട്രിക്സിലാണ് x എന്നുള്ള മാട്രിക്സ് കൊടുക്കുന്നത്. ഇത് 1x1 ആണ്. ഇതും എന്തെങ്കിലും ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. റോ മാട്രിക്സ് ഒരു റോ ഉള്ളത്, കോളം മാട്രിക്സ് ഒരു കോളം ഉള്ളത്, സ്ക്വയർ മാട്രിക്സ് നമ്പർ ഓഫ് റോസും നമ്പർ കോളം ഈക്വൽ ആയിട്ട് വരുന്നത്. 2x2, 3x3, 1x1 ഫോർ എക്സാമ്പിൾ. ഈ സ്ക്വയർ മാട്രിക്സിൽ നമുക്ക് 2 മെയിൻ ഡയഗണലാണ് ഉണ്ടാവുക. 20. അതില് ഡയഗണൽ എലമെന്റ് ഒഴികെയുള്ള എലമെന്റ്സ് 0 അറിയാം. 2, 0, 0, 5. അതുപോലെ തന്നെ മറ്റൊന്ന് 3, 0, 0, 0, 1, 0, 7, 0, 0, 9. മുമ്പ് ചെയ്ത എക്സാമ്പിൾസ് ഞാൻ ചെയ്തു. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് 0 ആയിട്ട് എടുത്തു. ഇതിനെയാണ് ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ളത് 0 വരുന്നു. ഓക്കെ, ഇതിന് ഡയ 2, 5 എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം ഡയഗണൽ 2, 5 ആണ്. 2 എലമെന്റ് ആയതുള്ളത് 2x2 മാട്രിക്സ് ആയിരിക്കും. ഇത് ഡയഗണൽ 3, 1, 9. ഈ മാട്രിക്സിന് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഇതാണ് ഡയഗണൽ മാട്രിക്സ്. ഓക്കെ, റോ മാട്രിക്സ്, കോളം മാട്രിക്സ്, സ്ക്വയർ മാട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമുള്ളത് ഡയഗണൽ മാട്രിക്സ്. ഓക്കെ, 4 നമ്പർ. ഇനി ഡയഗണൽ മാട്രിക്സിന് ഒന്ന് മാറ്റി പിടിച്ചാൽ അടുത്ത സ്കെയിലർ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരൊറ്റ വീഡിയോയിലൂടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ. A matrix is a rectangular array of numbers arranged in rows and columns. The number of rows, say m, and the number of columns, say n, determine the order of the matrix. It is written as shown. It is read as m by n. A matrix is usually denoted by capital letters such as A, B, C, and so on. The plural of matrix is
Matrices. Example: A is equal to matrix 2, 3, minus 1, 3, 1, 4. The above matrix has 2 rows and 3 columns. It is a 2 by 3 matrix. Order of a matrix is equal to number of rows into number of columns, that is equal to 2 into 3. Let us now discuss the types of matrices. A matrix having only one row is called a row matrix. A is equal to matrix 2, 3, minus 1, 2. It is a row matrix of the order 1 by 4. A matrix having only one column is called a column matrix. Consider the same matrix A is equal to 2, 3, minus 1, 2. If we rearrange the elements in a column, we get a column matrix of the order 4 by 1. A matrix in which the number of rows is equal to the number of columns, say n, is called a square matrix of order n. A is equal to matrix 2, 3, 8, 1 is a square matrix of order 2. 2 and 1 are the principal diagonal elements. A square matrix is called a diagonal matrix if all the elements, except those in the principal diagonal, are zeros. Consider a square matrix A is equal to 1, 4, 5, 6, 2, 7, 8, 9, 3 of order 3. Now this matrix can be converted to a diagonal matrix of 3 by 3 by changing the elements 4, 6, 5, 8 and 7, 9 to zeros. Hence we get a 3 by 3 diagonal matrix A is equal to 1, 0, 0, 0, 2, 0, 0, 0, 3. Identity matrix. A square matrix in which every diagonal element is 1 and every non-diagonal element is 0 is called an identity matrix or a unit matrix. It is denoted by I. Consider a square matrix A is equal to 2, 3, 8, 1. By interchanging the elements 2 to 1 and 3 and 8 to zeros, we get an identity matrix I is equal to 1, 0, 0, 1 of order 2. Null matrix or zero matrix. A matrix in which every element is 0 is called a zero or a null matrix. It is denoted by O. Here we see a square matrix being converted to a null matrix by replacing all the elements with zeros. Hence we get a zero matrix of order 2. Now let's learn about the transpose of a matrix. A transpose of a matrix A is got by interchanging its rows and columns and is denoted by A dash. Consider the matrix A is equal to 1, 2, 3, 4, 5, 6 of the order 2 by 3. We get the transpose A dash as matrix 1, 4, 2, 5, 3, 6. Equality of matrices. Two matrices are said to be equal if they have the same order and their corresponding elements are equal. If matrix ABCD is equal to matrix 2, 3, 8, 1, then A is equal to 2, B is equal to 3, C is equal to 8, and D is equal to 1. Now that you have learned the types of matrices, you need to take a small test. Click on the exercise button on the bottom right of your screen to take the test. ഓക്കെ, ഇനി നമുക്ക് മാട്രിക്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ബേസിക് മാട്രിക്സ് ഓപ്പറേഷൻസ്, അതിൽ അഡീഷന് സബ്ട്രാക്ഷനൊക്കെയാണ് വരുന്നത്. ആദ്യം നോക്കാം, മാട്രിക്സിൽ നമ്മൾ അതിൻ്റെ ഓർഡർ പറഞ്ഞു അല്ലേ, എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, അതിന് റോ കോളം, ആ എത്ര റോ എത്ര കോളം എന്നുള്ളതാണ് നമ്മൾ ഓർഡറായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, രണ്ട് താഴോട്ടും അങ്ങനെയാണെങ്കിൽ അത് നമുക്കെന്ത് വിളിക്കാം, 2/3 ഓർഡർ. അതിൻ്റെ ഡയമെൻഷൻ ഓർ
ഇതിൻ്റെ ഓർഡർ എന്ന് പറയാൻ പറ്റും. എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്. 2 റോയും 3 കോളം. സിമ്പിളായിട്ട് പറയുന്നത് 2/3 എന്നാണ് വായിക്കുക കേട്ടോ. 2/3. ഓക്കെ, നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളം, 2/3 അതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ അഡീഷനിലേക്ക് പോവാം. ഒരു ABCD എന്നുള്ള മെട്രിക്സും ഫസ്റ്റ് എലമെൻറ്റ് A, ഫസ്റ്റ്, പിന്നെ സെക്കൻഡിൽ മെട്രിക്സിൽ EFG. അപ്പോൾ ആഡ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് എലമെൻറ്റ്സാണ് ആഡ് ചെയ്യേണ്ടത്. എയും ഇയും ബിയും എഫും സിയും ജിയും ഡിയും എച്ചും. ഓക്കെ, സിമിലർലി സബ്ട്രാക്ഷൻ ആയാലും അതേപോലെ തന്നെ കുറക്കുകയാണെങ്കിലും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് A-C, B-F, C-G, D-H. ഓക്കെ, ഇവിടെ എന്താ ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മാട്രിക്സുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം മാട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ കുറക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒരേപോലത്തേതാവണം. അടുത്ത് നോക്കാം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. ഒരു 5 എന്ന നമ്പർ കൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 4 20. ഓക്കെ, ഓരോ എലമെൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തേത് 5 × 4 20. നെക്സ്റ്റ് വൺ 5 × 5 25. 5 × -1 -5. അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്ത് 5 × 3 15. 5 × 0 0. 5 × -3 -15. ക്ലിയർ ആയല്ലോ? ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക എന്നുള്ളത്. ഓക്കെ, സബ്ട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.